പൂരം കൊടിയേറി മക്കളെ, അങ്ങോട്ട് നോക്കടാ അല്ല ഇങ്ങോട്ട് നോക്കടാ. ഷാജി പാപ്പാനും പിള്ളേരും തൂക്കി തൂക്കി എന്ന് പറഞ്ഞാൽ തൂക്കി അടിച്ച്. നിങ്ങളുടെ അടുക്ക് ആരെങ്കിലും വന്ന് ചളിയാണ്, ചളി കോമഡിയാണ്, കുറെ കോമഡി സ്കിറ്റുകൾ കോർത്തിണക്കിയ ഒരു രാജാപ്പാട്ട് നാടകം ബാലെ അങ്ങനെ വല്ലം വന്ന് പറഞ്ഞോ അവനെയൊക്കെ അടിച്ച് കണ്ടം വഴി ഓടിച്ചേക്കണം. കാര്യം കുറേ നാളുകളായിട്ട് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, റിപ്പീറ്റ് വാച്ച് എന്ന് പറയുന്ന പരിപാടി. പണ്ടത്തെ മലയാള സിനിമകൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണും, ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും നിർത്താതെ. ആട് ഫസ്റ്റ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, ആട് 2 കണ്ടിട്ടുണ്ട്. ആട് 3 മിഥുൻ മാനുവൽ തോമസ് ദി മാൻ നമുക്കത് തിരിച്ചു തന്നിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക്. ആ ഒരു റിപ്പീറ്റ് ഓഡിയൻസ് ഈ സിനിമയ്ക്ക് എന്തായാലും തിയേറ്ററിൽ ഉണ്ടാകും. സോ അതാണ് ഈ പടത്തിനെ കുറിച്ച് ഒരു ചെറിയ റിവ്യൂ പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ലോങ് ആയിട്ട് ഒരു റിവ്യൂയിലേക്ക് പോയാലോ. ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. റിവ്യൂ എന്നത് എപ്പോഴും ഏകപക്ഷീയമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ആസ്വാദന രീതിയിലൂടെ എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂവർ പറയുന്ന കേട്ട് സിനിമ കാണണോ വേണ്ടയോ ടിക്കറ്റ് എടുക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ സ്വന്തം ബുദ്ധി കൊണ്ട് മറ്റൊരുത്തൻ്റെ കാൽ കീഴിൽ വയ്ക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആ പരിപാടി ചെയ്യാതിരിക്കുക. ഇതൊരു അഭിപ്രായമായിട്ട്, ഒരു ചെറിയ അഭിപ്രായമായിട്ട് മാത്രം എടുക്കുക. നമുക്ക് പോയാലോ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 10 വർഷം മുൻപ് റിലീസായ ഒരു സിനിമയുടെ 3ാം ഭാഗം ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം തിയേറ്ററിൽ പരാജയപ്പെട്ട പല സിനിമകളും പിന്നീട് OTTയിലൂടെയും സാറ്റലൈറ്റിലൂടെയൊക്കെ ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട്. അങ്ങനെ നേടിയ സിനിമകൾക്ക് ഉദാഹരണം ഒരുപാടുണ്ട്. ഒരു 2-3 പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ മാരി എന്ന് പറയുന്ന സിനിമ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് റിലീസാകുന്നത്. അന്നത് പരാജയമായിരുന്നു. പക്ഷേ അതിനുശേഷം അതൊരു കൾട്ട് സ്റ്റാറ്റസ്. ആ ക്യാരക്ടറിനെ തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ ഒരുപാട് പേര് സെലിബ്രേറ്റ് ചെയ്തു. മാരി ഓർക്കുന്നുണ്ടാ? മ്യൂസിക്കുകളും ട്രെൻഡിങ് ആയിരുന്നു. ഇനി ബോളിവുഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ തുമ്പാട് എന്ന് പറയുന്ന സിനിമ അന്ന് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. ഒരു 50 കോടി പോലും കളക്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും ക്വാളിറ്റി ഉള്ളൊരു പടം ഇറക്കി വിട്ടിട്ട്. പക്ഷേ അത് കൾട്ട് സ്റ്റാറ്റസ് നേടുക മാത്രമല്ല, റിലീസിൽ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു പോയി. അമ്മാതിരി പരിപാടിയായിരുന്നു. അങ്ങനെ പല സിനിമകളും കൾട്ട് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട്. പക്ഷേ ആടെന്ന് പറയുന്ന മലയാളത്തിലെ ഈ സിനിമയ്ക്ക് മലയാളികൾ വെറും കൾട്ട് സ്റ്റാറ്റസ് അല്ല നേടിക്കൊടുത്തേക്കുന്നത്, ഒരു സൂപ്പർ കൾട്ട് സ്റ്റാറ്റസ് ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ സിനിമ മാത്രമല്ല ഇവിടെ കൾട്ട്, ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും ഇവിടെ കൾട്ടാണ്. ഫാൻ ബേസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ BGMഉം ഇവിടെ കൾട്ടാണ്. ഇതിനകത്ത് ഡ്രസ് കോഡ് കൾട്ടാണ്. ഇതിനകത്ത് ഡയലോഗ്സ് കൾട്ടാണ്. ഇതിനകത്ത് എല്ലാം കൾട്ടാണ്. ആ ഓണാഘോഷത്തിനൊക്കെ നിർത്താതെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു BGMs. അതുപോലെ തന്നെ പാപ്പൻ്റെ കോസ്റ്റ്യൂം ഓണത്തിന് ട്രെൻഡിങ് ആയത് ഓർക്കുന്നുണ്ടോ? ഓരോ കടകളിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് വരെ ആയിപ്പോയി. ആ രീതിയിലാണ് നമ്മൾ കൾട്ടാക്കിയത്. അങ്ങനെ കൾട്ടാക്കിയ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് 2017 വന്നു. 2017 വന്നപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് പാർട്ടിന് കൊടുത്ത ഒരു കുറവുണ്ടായിരുന്നു, തിയേറ്ററിൽ ഹിറ്റാക്കിയില്ല. സെക്കൻഡ് പാർട്ടിനെ തിയേറ്ററിൽ നമ്മൾ അങ്ങോട്ട് ആഘോഷമാക്കി. 5 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയ്ക്ക് നമ്മൾ 35 കോടി വേൾഡ് വൈഡ് നേടിക്കൊടുത്തു. സൂപ്പർ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ടാഗും കിട്ടി. വീണ്ടും വന്നിരിക്കുകയാണ് 2026 നമ്മളെ വീണ്ടും എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പനും പിള്ളേരും കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. ഇത്തവണ ചെകുത്താലാസറല്ല, അവൻ്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പനും പിള്ളേരും കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. കപ്പ് കിട്ടിക്കഴിഞ്ഞു ഗൈസ്, കിട്ടിക്കഴിഞ്ഞു. അതിന് തെളിവ് ലാസ്റ്റ് പറയാം കേട്ടാ. ആടിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ബിൽഡപ്പാണ്. ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പരിപാടിയുണ്ട്. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും നമ്മൾ എൻജോയ് ചെയ്ത് കണ്ട ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസ് ഉണ്ടല്ല, ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കോട് കൂടിയുള്ള ആ ഒരു സംഭവം, അത് ഇതിനകത്തും നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോമഡി അത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഉണ്ട്, ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ചില വർക്കൗട്ട് ആകാത്ത കോമഡികൾ ഉണ്ട് കേട്ടോ, പറയുമ്പോൾ അതും കൂടി പറയണം. പക്ഷേ ഒരു കോമഡി ഫിലിമിനെ സംബന്ധിച്ച് മെജോറിറ്റി കോമഡികൾ വർക്കൗട്ടായാൽ മതി, അത് വർക്കൗട്ടായതിന് തുല്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആട് 3 ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ധർമ്മജൻ ബോൾഗാട്ടി അഥവാ ക്യാപ്റ്റൻ ക്ലീറ്റസ് പുള്ളി ചുമ്മാ തകർത്തിട്ടുണ്ട്. പുള്ളിയുടെ കോമഡിയാണ് ഫസ്റ്റ് ഹാഫ് ഫുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഡൂഡിൻ്റെ എൻട്രിയാണ്. ഡൂഡും ചുമ്മാ തീയാണ്. ഡൂഡ് ഷാജി പാപ്പാൻ ഓവറോളാണ്. ഷാജി പാപ്പാൻ, ഡൂഡ്, ക്യാപ്റ്റൻ ക്ലീറ്റസ്, ഇവർ 3 പേരാണ് എന്നെ കൂടുതൽ ഈ സിനിമയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചത്. നിങ്ങൾ ആരൊക്കെയാണ് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ സിനിമയിലേക്ക് വരാൻ നേരത്ത് ഫസ്റ്റ് പാർട്ട് പോലെയോ സെക്കൻഡ് പാർട്ട് പോലെയോ സാധാ ഒരു കോമഡി പടമല്ല ഇത്. ജാനർ മൊത്തത്തിൽ അങ്ങോട്ട് ഷിഫ്റ്റായി മാറിയാണ്. മൊത്തത്തിലുള്ള ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് ഇതൊരു ബ്രഹ്മാണ്ഡ പടം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും 5 കോടിക്ക് താഴെ തീർത്ത ഒരു ലോ ബഡ്ജറ്റ് കോമഡി പടമാണെങ്കിൽ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ 130 to 140 ദിവസം അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 40 to 70 കോടി ബഡ്ജറ്റിലാണ് റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമ റിലീസായേക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇതൊരു കോമഡി ജാനറിൽ വന്നേക്കുന്ന സിനിമയല്ല. എപ്പിക് എന്നല്ല, തെറ്റിപ്പോയി, ഗ്രാൻഡ് എപ്പിക് എന്ന് പറയണം. ഗ്രാൻഡ് എപ്പിക് കോമഡി ഫാൻറ്റസി പടം.
ആ രീതിയിൽ വേണം ഇതിനെ പറയാൻ. ആ ഒരു പാസ്റ്റിലേക്കുള്ള പോക്കും ഫ്യൂച്ചർ വരും, പ്രസൻറ്റിലേക്കുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ വളരെ നൈസായിട്ടുണ്ട്. ഈ ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ അത് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ പടം കംപ്ലീറ്റ്ലി പാടിയേനെ. കോമഡി ഉണ്ട്, ടൈം ട്രാവൽ ഉണ്ട്, ഇത് രണ്ടും പാളാതെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ഓഡിയൻസ് ഉറപ്പായിട്ട് ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ കയറും. ഇത് മാനുവൽ തോമസ് മച്ചാനെ, നിങ്ങൾ വിജയിച്ച്. ഒരുപാട് വിമർശനങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നു പല സിനിമകൾ ചെയ്തപ്പോൾ. ഇതിൽ വീണ്ടും ട്രാക്കിലായി. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 2. വെയിറ്റിംഗ് ആണ്, ഭീകര വെയിറ്റിംഗ് ആണ്. സോ ആരോടും അഭിപ്രായം ചോദിക്കേണ്ട, നേരെ തിയേറ്ററിലേക്ക് പോയി കണ്ടോ. നിങ്ങളെ ഒരു രീതിയിലും ഡിസാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഒരു സ്ട്രെസ് റിലീഫ് മെറ്റീരിയലാണ്, സ്ട്രെസ് റിലീഫ് എൻ്റർടൈനറാണ്. വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ മസ്റ്റായിട്ട് കൊണ്ട് കാണിക്കണം. വളരെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇതുപോലൊരു കോമഡി മിക്സ് ആയിട്ടുള്ള പടം വന്നേക്കുന്നത്. അവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കാണുക. പടം പോസിറ്റീവാണ്, കൊളുത്തിയിട്ടുള്ളതെന്ന് പറയാൻ മറ്റൊരു തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് പടത്തിൻ്റെ പ്രീ സെയിൽസ് വൻ ശോകമായിരുന്നു. ആട് 3 എന്ന് പറയുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ലിസ്റ്റിലുള്ളൊരു മലയാള സിനിമയായിരുന്നു. അതിൻ്റെ ബുക്കിംഗ് ശോകമായിരുന്നു. തുടങ്ങിയ സമയത്തൊക്കെ 1K 2K വെച്ചൊക്കെ പോകുന്ന കണ്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി ആ ഒരു ഫ്രാഞ്ചൈസിയോട്. പക്ഷേ ഇപ്പം 10K per hourലേക്ക് കയറി ട്രാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി കത്തിക്കോളും. അതേ സമയത്ത് ഇന്നലെ ഞാൻ ഒരു പടം കണ്ടു. ഈ 3 മണിക്കൂറൊക്കെ നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആട് 3 അതിൽ വന്നായിട്ട് സക്സസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 4 മണിക്കൂറുള്ള ദുരന്തർ കണ്ടു. അതൊരു തിയേറ്ററിക്കലി അതൊരു 4 മണിക്കൂർ വെടിക്കെട്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ചിരിയുടെ മാലപ്പടക്കാണ്. 3 മണിക്കൂർ ചിരിയുടെ മാലപ്പടക്കം. ധൈര്യമായിട്ട് പോയി കണ്ടോ. സ്ട്രെസ് റിലീഫ് എൻ്റർടൈനർ ഈസ് ആട് 3. ഷാജി പാപ്പാൻ, ഡ്യൂഡ്, ക്യാപ്റ്റൻ ക്ലീസ്റ്റസ്, അറക്കൽ അബു, നമ്മുടെ സാത്താൻ ഷെബീർ, സർബത്ത് ഷെമീർ, എല്ലാവരെയും നമുക്ക് വമ്പം വൈബിൽ ഒന്നുകൂടി സെലിബ്രേറ്റ് ചെയ്യണം വിട്ടോ. പിന്നെ പടം കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇടുക, കണ്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് അഭിപ്രായം ഇടുക. രണ്ടാണെങ്കിലും ലൈക്ക്, സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്താൽ മതി, ലൈക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.